ഹായ് ഗൈസ്, നമസ്കാരം. എല്ലാവർക്കും എക്സിക്യൂട്ടീവ് മലയാളി എന്ന ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മൾ കഴിഞ്ഞ ദിവസം അൺബോക്സ് ചെയ്ത ട്രാക്സസിൻ്റെ റിസ്ലർ എന്ന് പറഞ്ഞ RC ട്രക്കിൻ്റെ ഇൻഡെപ്ത് ആയിട്ടുള്ള വീഡിയോ ആണ്. ദേ ഈ ഇരിക്കുന്നത് കണ്ടില്ലേ, ഇതാണ് നമ്മുടെ റിസ്ലർ വരുന്നത്. 70 miles per hour, 115 കിലോമീറ്റർ, 115 കിലോമീറ്റർ കിട്ടുമെന്നാണ് പറയുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഈ RC ട്രക്ക് അൺബോക്സ് ചെയ്യുകയും ബോക്സിൻ്റെ അകത്ത് എന്തൊക്കെയുണ്ടെന്നും ഒക്കെ നോക്കി. ഇന്നത്തെ വീഡിയോയിൽ ഇൻഡെപ്ത് ആയിട്ട് നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാം. അതുപോലെ തന്നെ ഇത് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുകയും ഇത് ഓടിക്കാൻ എങ്ങനെയാണെന്നും ഇതിൻ്റെ സ്പീഡും അതുപോലുള്ള കാര്യങ്ങളും എല്ലാം നോക്കാം. അപ്പം വീഡിയോയിലേക്ക് നേരെ പോയാലോ. ഈ ഒരു ബോക്സിൽ എന്തൊക്കെയാണ് വരുന്നതെന്നും എന്തൊക്കെ നമുക്ക് അഡീഷണലി മേടിക്കണമെന്നും നോക്കാം. ഈ ഒരു ട്രക്ക് ഓടിക്കണമെങ്കിൽ ഈ ബോക്സിൽ വരുന്ന ട്രക്ക് വരുന്നുണ്ട്, അതുപോലെ തന്നെ ഇലക്ട്രോണിക് സ്പീഡ് കൺട്രോള്, പിന്നെ റേഡിയോ സിസ്റ്റം, നമ്മുടെ റിമോട്ട് കൺട്രോള്, അതുപോലെ ആക്സസറി പിനിയൻ ഗിയർ വരുന്നുണ്ട്, പിന്നെ ഇതിൻ്റെ ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡും കാര്യങ്ങളും, അതുപോലെ ഇതിൻ്റെ ഒരു ടൂൾ സെറ്റ് വരുന്നുണ്ട്. പിന്നെ എന്തൊക്കെയാണ് വേണ്ടത് ഈ ഒരു ട്രക്ക് ഓടിക്കണമെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ വേണം. ഇതൊന്നും ഇല്ല എങ്കിൽ ഈ ട്രക്ക് ഓടിക്കാൻ പറ്റില്ല. ഇതൊന്നും അവർ പ്രൊവൈഡ് ചെയ്യില്ല, നമ്മൾ എക്സ്ട്രാ മേടിക്കേണ്ട കാര്യങ്ങളാണ്. 4 AA ആൽക്കലൈൻ ബാറ്ററീസ്, അതുപോലെ ബാറ്ററി ചാർജർ, പിന്നെ ഇതിൻ്റെ ബാറ്ററി. ഈ ഒരു RC ട്രക്കിൻ്റെ ബാറ്ററി നമ്മൾ തന്നെ മേടിക്കണം. അത് ട്രാക്സാസിൻ്റെ വെബ്സൈറ്റിൽ തന്നെയുണ്ട്, അവിടെ നിന്നാണ് ഞാൻ മേടിച്ചിരിക്കുന്നത്. ബോക്സിൽ നിന്ന് ഞാനെല്ലാം എടുത്ത് വെളി വെച്ചിട്ടുണ്ട്. ഇതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് മെയിനായിട്ട് നമ്മുടെ RC ട്രക്ക് എന്ന് വേണമെങ്കിൽ പറയാം. ഇതിൻ്റെ മേളിൽ ഇത് വരുന്നതേ ഉള്ളൂ. അതുപോലെ ഇതിൻ്റെ 3 പിന്ന് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ബോഡി നമ്മൾ പിൻ ചെയ്ത് വെക്കുന്നത് ഇവിടെയാണ്, കണ്ടില്ലേ? 3 പിൻ, 1, 2, 3, ഈ 3 പിൻ ചെയ്ത് വെക്കും. അതിനുശേഷം ബാറ്ററി ഇട്ടതിന് ശേഷം പിൻ ചെയ്ത് വെക്കണം. പിന്നെ ഇത് വളരെ ഭംഗിയാണ് ഇതിൻ്റെ കളർ കാണാനായിട്ട്. ഇത് നിങ്ങൾ ഒത്തിരി അപ്ഗ്രേഡിങ് അതുപോലെ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനാണെങ്കിൽ അത് നമുക്ക് ഇവത്തേൽ ചെയ്യാം. ബോഡി മാറ്റിയിടാം, അതുപോലെ എൻജിൻ മാറ്റാം, എല്ലാം നമുക്ക് ഇവത്തേൽ മാറ്റി വെക്കാവുന്നതാണ്. പിന്നെ വരുന്നത് ഇതിൻ്റെ റിമോട്ട് കൺട്രോള്. സാധാരണ ഒരു എല്ലാ RC ട്രക്കിൻ്റെയും ഒരു ലുക്കാണ് ഇതിന്. അപ്പോൾ ഇത് എങ്ങനെയുണ്ടെന്ന് നോക്കാം. പിന്നെ വരുന്നത് അഡീഷണലി നമ്മൾ ആക്സസറീസ് പർച്ചേസ് ചെയ്യേണ്ടി വന്നു. അതിൻ്റെ അകത്ത് ബാറ്ററി ചാർജ് ചെയ്യുന്ന ട്രാക്സസിൻ്റെ തന്നെ ആക്സസറിയാണിത്. പിന്നെ അതിൻ്റെ ബാറ്ററി നമ്മൾ മേടിച്ചു. ട്രാക്സസിൻ്റെ 5000 mAh ബാറ്ററിയാണിത്. പിന്നെ നമ്മുടെ റിമോട്ട് കൺട്രോൾ, ഈ റിമോട്ട് കൺട്രോളിൻ്റെ പുറകിൽ ഇവിടെ ഇടാനായിട്ടുള്ള ബാറ്ററിയാണ്, AA ബാറ്ററീസ്. അതും നമ്മുടെ കയ്യിൽ ഇവിടെയുണ്ട്. നിങ്ങൾ RC കാർ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഈ ഒരു സെഗ്മെൻറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. RC കാറുകളെല്ലാം സാധാരണ ഒരു ഏകദേശം സിമിലർ മോഡലിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഈ ട്രാക്സസിൻ്റെ റിസ്ലർ VXL എന്ന് പറഞ്ഞ മോഡലിൽ നമുക്കൊന്ന് നോക്കാം. ഇതുണ്ട്, ഈ ഒരു സംഭവം എടുത്തു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് വരുന്നത്. ഇത് സാധാരണ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ നേരത്തെ ചെയ്തിരിക്കുന്ന RC വീഡിയോകളിലെല്ലാം സിമിലറാണ്. പക്ഷേ നേരത്തെ ചെയ്തിരിക്കുന്ന RC ട്രക്കുകളൊക്കെ ഇച്ചിരൂടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയതുകൊണ്ട് തന്നെ ബിൽഡ് വളരെ സാധാരണ രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഇത് കൂടിയ ഒരു എക്സ്പെൻസീവ് ആയിട്ടുള്ള RC ട്രക്കാണ്. അതുകൊണ്ട് ഇതിൻ്റെ ബോഡി നമുക്കൊന്ന് പരിചയപ്പെടാം. ഇതിൻ്റെ ഫ്രണ്ട് വരുന്നത് ഈ ഭാഗമാണ്. ഇത് കണ്ടോ, ഇവിടെയാണ് ഇതിൻ്റെ, കണ്ടില്ലേ, ഇവിടെയാണ് ഇതിൻ്റെ ഫ്രണ്ട് ബമ്പർ വരുന്നത്. അതുപോലെ തന്നെ ഫ്രണ്ടിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഷോക്ക് കാണാം ഇവിടെ. അതുപോലെ തന്നെ കുറേ എക്സ്ട്രാ കാര്യങ്ങളുണ്ട്. അതൊന്നും ഞാനിതിൽ പറയുന്നില്ല. ഇതിൻ്റെ അകത്ത് കാസ്റ്റർ ബ്ലോക്ക് വരുന്നുണ്ട്, ഫ്രണ്ട് ചേംബർ ലിങ്ക് ഉണ്ട്, അതുപോലെ തന്നെ ഷോക്ക് ടവർ വരുന്നുണ്ട്. സോ പഠിക്കാനാണെങ്കിൽ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ഇതിനെക്കുറിച്ച് പഠിക്കാനുണ്ട്. മെയിനായിട്ട് ഇതിൻ്റെ ചാസി വരുന്നത് കണ്ടില്ലേ, ഇതാണ് ഇതിൻ്റെ ബേസ്, നിങ്ങൾക്ക് കാണാമല്ലോ. അതുപോലെ തന്നെ ഇവിടെ ഒരു പ്ലേറ്റ് വരുന്നുണ്ട്. പിന്നെ പുറകോട്ട് വരുന്നതിനനുസരിച്ച് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഇവിടെ കാണാം. ബാറ്ററി വരുന്നത് ഈ ഭാഗത്താണ്. അതിനുശേഷം ഇവിടെയാണ് ബാറ്ററി ഹോൾഡർ വരുന്നത്, കണ്ടില്ല? ഇത് വെച്ചാണ് ബാറ്ററി നമ്മൾ ഹോൾഡ് ചെയ്യുന്നത്. ഇതിൻ്റെ പുറകിലാണ് മെയിനായിട്ടുള്ള കാര്യങ്ങളെല്ലാം വരുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഇലക്ട്രോണിക് സ്പീഡ് കൺട്രോളാണ് ഇവിടെ വരുന്നത്. അതുപോലെ തന്നെ ഇതിന് റിസീവർ ബോക്സ് ഉണ്ട്, അത് വരുന്നത് ഇവിടെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് മുഴുവൻ വരുന്നത് ബാറ്ററി കമ്പാർട്ട്മെൻ്റ് ആണ്. പിന്നെ മോട്ടർ, ഇതിൻ്റെ മോട്ടർ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ്. അതാണ് ദേ ഈ കാണുന്നത്, ഇത് കണ്ടോ, ഇതിൻ്റെ പുറകിലാണ് മോട്ടർ വരുന്നത്. അതുപോലെ തന്നെ ട്രാൻസ്മിഷൻ അതിനോടനുബന്ധിച്ച് തന്നെ ഉണ്ട്. പിന്നെ പിനിയൻ ഗിയർ വരുന്നത് ഈ ഭാഗത്തായിട്ടാണ്. അതൊക്കെയാണ് ഇതിൻ്റെ മെയിനായിട്ട്. ഈ ഒരു ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് സ്റ്റെയർ ഉണ്ട്, ബാക്കി കാര്യങ്ങൾ പലതും ഉണ്ട്. ഞാൻ മെയിനായിട്ടുള്ള കുറച്ച് എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. കാരണം ഈ വീഡിയോ ഇതിൻ്റെ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ ഈ വീഡിയോ 2-3 മണിക്കൂറൊക്കെ എടുക്കും. അതുപോലത്തെ കൂടുതൽ വീഡിയോസ് RC ട്രക്കിൻ്റെ ഇൻഡെപ്ത് ആയിട്ടുള്ള വീഡിയോസ് വേണമെങ്കിൽ തൊട്ട് താഴെ കമൻറ്റ് സെക്ഷനിൽ ടൈപ്പ് ചെയ്യുക. ഞാൻ ആ ഒരു വീഡിയോ ഫ്യൂച്ചറിൽ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നതാണ്. ഇതെല്ലാം ഒന്ന് സെറ്റ് ചെയ്തിട്ട് ഈ റിസ്ലർ VXL നമുക്കൊന്ന് ഓടിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഇത് ബാറ്ററി വെക്കാനായിട്ട് ഇവിടെ 2 പിന്നുണ്ട്, അത് രണ്ടും ആദ്യം നമുക്ക് ഊരിയെടുക്കാം. ഇവിടെയാണ് കണ്ടോ, ഈ സംഭവത്തിലാണ് ബാറ്ററി ഹോൾഡ് ചെയ്ത് നിൽക്കുന്നത്. അപ്പോൾ ബാറ്ററി നമുക്ക് വെക്കാം. ഇതാണ്, ഇവിടെയാണ് നമ്മൾ ബാറ്ററി പ്ലഗ് ചെയ്യുന്നത്.
ഓക്കെ, ബാറ്ററി പ്ലഗ് ചെയ്തു. എനിക്ക് തോന്നുന്നത് ഇതിങ്ങനെയാണ് പോകുന്നതെന്നാണ്. ഓക്കെ, നമ്മുടെ ബാറ്ററി ഹോൾഡ് ചെയ്യാനായിട്ടുള്ള സംഭവം തിരിച്ചിടാം. ഓക്കെ, അതുപോലെ നമ്മുടെ പിന്നും തിരിച്ചിടാം. ഈ സ്വിച്ച് ഓൺ, പവർ ബട്ടൻ്റെ സ്വിച്ചാണ്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലൈറ്റ് കത്തി. അടിപൊളി. ഓക്കെ, അപ്പോൾ ഓണാണ്. ഓക്കെ, കൂടുതൽ പിന്ന് ഇവർ നമുക്ക് തരുന്നുണ്ട്. കാരണം സാധാരണ പിന്ന് നമുക്ക് നഷ്ടമായി പോകാം, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഏത് ടെറൈനിലാണോ ഓടിക്കുന്നത് അതിനനുസരിച്ച് ചിലപ്പോൾ ഇത് ലൂസ് എവിടെയെങ്കിലും പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ ട്രക്ക്, RC ട്രക്ക് ഇവിടെ ഡ്രൈവ് റെഡി ആയി കഴിഞ്ഞു. നമ്മുടെ പിന്നെല്ലാം ഞാൻ ലോക്ക് ചെയ്തു, 3 ലോക്കാണ്. ഇനി നമുക്കിത് ഓടിച്ച് നോക്കാം. 4 ഇതിൻ്റെ ബാറ്ററി പറയുന്നത്. ഓക്കെ, റെഡി. ഇനി ഇത് ഓണാക്കാം ഇനിയും. അപ്പോൾ നമ്മുടെ സംഭവം എല്ലാം റെഡി ആയിട്ടുണ്ട്. നമ്മുടെ അകത്ത് RC ട്രക്ക് ഓണാണ്. പിന്നെ നമ്മുടെ റിമോട്ട് ഇപ്പോൾ ഓണായി, പച്ച ലൈറ്റ് കത്തിയിട്ടുണ്ട്. അപ്പോൾ റിമോട്ട് കൺട്രോൾ സാധാരണ എല്ലാ RC ട്രക്കും പോലെ തന്നെ ഇതിപ്പോൾ മുന്നോട്ട് പോകാനായിട്ട് താഴോട്ട്, അതുപോലെ ബ്രേക്ക് അല്ലെങ്കിൽ റിവേഴ്സ് വരുന്നത് മുകളിലോട്ട്. പിന്നെ ഇതിൽ റൈറ്റും ലെഫ്റ്റും നമുക്ക് എടുക്കാവുന്നതാണ്. അതുപോലെ ഈ സ്റ്റിയറിംഗ് ട്രിം ഉപയോഗിച്ച് നമുക്ക് ബാലൻസ് ചെയ്യാം. ഉദാഹരണത്തിന് ഇതിപ്പം സൈഡിലോട്ടാണ് ഈ ഒരു സ്റ്റിയറിംഗ് തിരിഞ്ഞിരിക്കുന്നതെങ്കിൽ നമുക്ക് നേരെയാക്കാനായിട്ട് സ്റ്റിയറിംഗ് ട്രിം ഉപയോഗിച്ച് കഴിഞ്ഞാൽ കണ്ടില്ല, ഇത് കറക്റ്റ് നേരെയാക്കാം. ഓ ഗൈസ്, ഓക്കെ. സോ അതിൻ്റെ സ്പീഡും ഒച്ചയും കേട്ടാൽ തന്നെ അറിയാം നമുക്ക് അതിൻ്റെ കിടുക്കാച്ചിയാണ്. ഏതായാലും നമുക്ക് ഇതിനും നേരെ ഡ്രൈവ് ചെയ്താലോ. ലെറ്റ്സ് ഗോ ഗൈസ്. ട്രാക്സസിൻ്റെ RC ട്രക്ക് നമ്മൾ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ദേ റൺ ചെയ്യാൻ റെഡിയാണ്. ഓ കണ്ടോ, പയ്യാണ് ഇപ്പം നമ്മൾ എടുക്കുന്നത്, പയ്യാണ്. അടിപൊളി. ഈ പുല്ലിലോട്ടൊന്ന് ഇറക്കാം, എന്നിട്ട് അതിൻ്റെ എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഓ എന്താ ലുക്ക് കണ്ടോ ഗൈസ്. ഇതിപ്പോൾ ചെറുതായിട്ടാണ് നമ്മൾ കൈ കൊടുക്കുന്നത് ഗൈസ്. സ്പീഡ് കൊടുത്തു കഴിഞ്ഞാൽ ഇവൻ്റെ സ്പീഡ് വളരെ അധികമായിരിക്കും. ഇനി നമുക്ക് സ്പീഡൊന്ന് കയറ്റി നോക്കാം ഗൈസ്, എത്ര സ്പീഡിൽ പോകുന്നു. ഓയ്യോ, ആ സ്പീഡ് വന്നതുകൊണ്ട് അതിൻ്റെ ഫ്രണ്ടിലെ വീല് പൊങ്ങിപ്പോയി. എനിക്ക് തോന്നുന്നത് ഈ വീഡിയോയ്ക്കകത്ത് കിട്ടിയിട്ടുണ്ടെന്നാണ്. ഓക്കെ, വളരെ സ്പീഡാണ് ഗൈസ്. ഓ കിടു ഗൈസ്, അടിപൊളി RC ട്രക്കാണ് ഇത്. നിങ്ങൾ കണ്ടല്ലോ, സ്പീഡ് ചെറുതായിട്ടൊന്ന് കൊടുത്തപ്പോൾ തന്നെ ഉയ്യോ, ഓ റിവേഴ്സ് സ്പീഡ്. അമ്പോ, ഓ കിടുക്കാച്ചി. ഞാനിതിൻ്റെ ഫുൾ സ്പീഡ് കൊടുക്കാൻ നോക്കിയിട്ട് ഒരു രക്ഷയില്ല ഗൈസ്. വളരെ പാടാണ് 100 കിലോമീറ്ററൊക്കെ ടച്ച് ചെയ്യാനായിട്ട്. കാരണം അത്രയും സ്പീഡാകുമ്പം തന്നെ ഇത് നമുക്ക് കാണാവുന്ന സ്ഥലത്ത് കാണാൻ പറ്റുന്നതിലും ദൂരെ ചെല്ലുകയാണ്. അതുകൊണ്ട് നമ്മൾ വേറെ ഇതിനായിട്ട് സ്പെസിഫിക് RC സ്റ്റേഡിയം ഒക്കെ ഉണ്ട്, അവിടെ പോകാം. പക്ഷേ ഇവിടെ ഞാനൊരു സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് ഇവനെ ചാടിക്കാനായിട്ട്. നമുക്കിതൊന്ന് നോക്കാം എങ്ങനെ ആവുമെന്ന് നോക്കാം. നോക്കട്ടെ, ഇത് ഇച്ചിരി കൂടെ പൊക്കി വെച്ചാലും നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇച്ചിരി പുറകോട്ട് ഇറക്കാം ഗൈസ്. നമുക്ക് അത് ഫുൾ ആ ഒരു വ്യൂ കാണാനായിട്ട് വളരെ ഭംഗിയാണ്, ചാടുന്ന ആ ഒരു രംഗം. ഇതാണ് ഈ ഒരു ട്രാക്സസിൻ്റെ ബ്രാൻഡൊക്കെ. ഇതുപോലത്തെ നല്ല ബ്രാൻഡൊക്കെ എടുക്കുകയാണെങ്കിൽ നമ്മുടെ ട്രക്കിനൊന്നും ഒരു കുഴപ്പവും പറ്റത്തില്ല, നമ്മൾ ഇത്രയൊക്കെ ഒന്ന് ചാടിച്ചു കഴിഞ്ഞാൽ. ഓ അടിപൊളി, അടിപൊളി അടിപൊളി. ഓ അടിപൊളി അടിപൊളി ഗൈസ്. അവിടെയൊക്കെ ഒരു കുഴപ്പമില്ലാതെ പോകുന്നത്. കൊള്ളാം ഗൈസ്, എനിക്കിഷ്ടപ്പെട്ടു. രണ്ട് ടെറൈനിലും നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്യുന്നുണ്ട്, റോഡിലും അതുപോലെ തന്നെ പുല്ലിലും.
അപ്പോൾ ഈ ഒരു ടെറൈനിൽ കണ്ടില്ല ഇവിടെ കല്ലുമൊക്കെ ഇരിക്കുന്നത്. ഇവിടെ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മുടെ ട്രാക്സാസിൻ്റെ ക്വാളിറ്റി അറിയണമെന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള ടെറൈനിലൊക്കെ നമ്മൾ നമ്മുടെ RC ട്രക്ക് ഓടിച്ച് നോക്കണം. കണ്ടോ, കല്ലിലൊക്കെ കയറാൻ ഒരു പ്രശ്നവും ഇല്ല. ഒന്ന് സ്റ്റക്കായി. അടിപൊളി. ക്ലോസപ്പ് ഒക്കെ എടുക്കുവാണെങ്കിൽ കിട്ടിക്കാച്ചിയായിരിക്കും. ഉണ്ടോ ഗൈസ്? ഒരു കുഴപ്പമില്ല കേട്ടോ, ഒരു പ്രശ്നവും ഇല്ല. ഇതൊക്കെ പുല്ല് എന്താ കയറിപ്പോകുന്നുണ്ടാ, ഒരു പ്രശ്നവും ഇല്ല അവന്. അപ്പോൾ ഇവിടെ നമ്മുടെ ബാറ്ററി തീർന്നിരിക്കുകയാണ്. ഏകദേശം 15 തൊട്ട് 20 മിനിറ്റ് വരെ എനിക്കിതിന് ഡ്രൈവ് ടൈം കിട്ടിയിട്ടുണ്ട്. അത് കഴിഞ്ഞപ്പോൾ ഉള്ള അതിൻ്റെ ലുക്സാണ് കണ്ടില്ല ഗൈസ്. കുറച്ച് സ്ക്രാച്ചസ് ഒക്കെ വീണുണ്ടോ, ഇവിടെ എല്ലാം സ്ക്രാച്ച് വീണു. അതുപോലെ തന്നെ പൊടിയും കാര്യങ്ങളെല്ലാം പിടിച്ചിട്ടുണ്ട്. ഇനി ഒന്നുകൂടെ റീചാർജ് ചെയ്യണം ബാറ്ററി, അതിനുശേഷം കൂടുതൽ നമുക്ക് ഓടിക്കാം. എനിക്ക് ഈ ഒരു റെസ്ലർ VXL ട്രാക്സസിൻ്റെ റെസ്ലർ എന്ന് പറഞ്ഞാൽ ഈ ഒരു ട്രക്ക് വളരെ ഇഷ്ടപ്പെട്ടു. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഇതിൻ്റെ ബാറ്ററി ലൈഫാണ്. സാധാരണ ഒരു RC ട്രക്ക് ആണെങ്കിൽ അതിൻ്റെ ബാറ്ററി ലൈഫൊക്കെ വരുന്നത് 8 minutes to 10 minutes ഒക്കെയാണ് ഡ്രൈവ് ടൈം. ഇത് ഏകദേശം 20 മിനിറ്റോളം കിട്ടി. അതാണ് എനിക്ക് ഏറ്റവും ആദ്യം ഇഷ്ടപ്പെട്ടത്. രണ്ടാമത് ഇതിൻ്റെ സ്പീഡാണ്. ഏകദേശം 100 കിലോമീറ്റർ പോവും. അത് ത്രോട്ടിൽ കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും. പക്ഷേ നമുക്കത് ഫുള്ളായിട്ട് ഇവിടെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം നമ്മുടെ വീടിൻ്റെ സൈഡിലൊക്കെ ആയതുകൊണ്ട് കുറച്ച് അത്രയും സ്പീഡ് കിട്ടാൻ വളരെ പാടാണ്. അത് എവിടെയെങ്കിലും പോയി ഇടിക്കും. അതിന് സ്പെസിഫിക് ആയിട്ടുള്ള RC ട്രക്കിൻ്റെ സ്പെസിഫിക് ആയിട്ടുള്ള സ്റ്റേഡിയങ്ങളിലോ അതിന് സ്പെഷ്യലൈസ് ആയിട്ടുള്ള സ്ഥലമുണ്ട്, അവിടെ പോയി ചെയ്യണം. പക്ഷേ ഓവറോൾ ഇതൊരു അടിപൊളി RC ട്രക്കാണ്. ഈ ചാനലിൽ ഞാൻ കുറേ RC ട്രക്കിൻ്റെ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അതുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇതാണ് ഞാൻ ചെയ്തതിൽ വെച്ച് ഏറ്റവും ടോപ്പ് RC എന്ന് വേണമെങ്കിൽ പറയാം. ഇനി ഫ്യൂച്ചറിൽ നമുക്ക് ഇതുപോലത്തെ RC ട്രക്കൊക്കെ ചെയ്യുമ്പം നമുക്ക് ഇതുമായിട്ട് കമ്പയർ ചെയ്യാം. ഇതുപോലത്തെ വീഡിയോസ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ തൊട്ട് താഴെ കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട RC ട്രക്ക് ബ്രാൻഡോ അല്ലെങ്കിൽ മോഡലോ ഒക്കെ കമൻറ്റ് ചെയ്യുക. അതിൽ കൂടുതൽ കമൻറ്റ്സ് കിട്ടുന്ന ട്രക്ക് ഏതാണോ അതൊക്കെ നോക്കി ഞാൻ ഇനിയും കൂടുതൽ ഫ്യൂച്ചർ വീഡിയോസ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. ഇന്ന് നമ്മൾ ചെയ്ത ട്രാക്സസ് ആണ്. ഇതുപോലെ പല പല നല്ല ബ്രാൻഡുകളും ഉണ്ട്. അപ്പം അടുത്ത ഒരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. സബ്സ്ക്രൈബ് അടിക്കുക ഗൈസ്. എല്ലാവർക്കും വലിയൊരു നന്ദി. താങ്ക് യു.